ലേണേഴ്സ് ലൈസൻസ് ഇല്ലാതെ പൊതുനിരത്തിൽ ഒറ്റയ്ക്ക് വാഹനം ഓടിക്കുന്നതോ സ്വയം ഓടിക്കാൻ പഠിക്കുന്നതോ ശിക്ഷാർഹമാണ്. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടുകൂടി ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ ശിക്ഷണത്തിൽ ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. അപകടം ഒഴിവാക്കൂ. ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് എടുത്ത തുടക്കക്കാരായിക്കോട്ടെ, നിങ്ങൾ കാർ ഡ്രൈവിംഗ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിക്കോട്ടെ, നിങ്ങൾ വണ്ടി റോഡിൽ ഓടിച്ചു പോകുന്നതിന് ഇടയിൽ കുറച്ചെങ്കിലും സ്റ്റിയറിംഗ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോകുന്നുണ്ട് അല്ലെങ്കിൽ പാളി പോകുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഒരു കാരണവശാലും നിങ്ങളൊരു നല്ല ഡ്രൈവർ അല്ല. വണ്ടി ഓടിക്കുന്നതിനിടയിൽ സ്റ്റിയറിംഗ് തിരിക്കുന്നത് മുഖാന്തരം അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഹൈ ഫ്രണ്ട്സ്, ഞാൻ ഗുഡ്സൺ കട്ടപ്പന. സ്റ്റിയറിംഗ് തിരിക്കുന്ന സമയത്ത് ഈ പേടികൾ പൊതുവെ ഡ്രൈവിംഗ് പഠിക്കുന്ന തുടക്കക്കാർക്ക് വരാറുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്ന കറക്റ്റ് ഏരിയയിലൂടെയാണോ ഞാൻ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ വണ്ടി പോകുന്നത് എന്നുള്ളൊരു സംശയം പലർക്കും വരും. അതുപോലെ തന്നെ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് സൈഡിലുള്ള ആൾക്കാരുടെ അടുത്തേക്ക് നമ്മുടെ വാഹനം പോകുമോ എന്നുള്ളൊരു പേടി പല ആൾക്കാർക്കും വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വരാറുണ്ട്. ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് നിങ്ങൾ പ്രാക്ടീസ് എടുക്കേണ്ട ഒരു മെത്തേഡാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തുക. ഞാൻ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഒപ്പം നിങ്ങൾ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടെ തരിക. ഫസ്റ്റ് ഗിയർ ചേർത്ത് കൊടുക്കുകയാണ്, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. സ്റ്റിയറിംഗ് സ്റ്റഡി ആകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഹനത്തിന്റെ വേഗത നമ്മൾ കൺട്രോൾ ചെയ്ത് ഓടിക്കാനായിട്ട് കഴിയണം. അതായത് നമുക്ക് എത്ര വേഗത്തിൽ വണ്ടി ഓടിക്കുമ്പോഴാണ് സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടുന്നത്, ആ വേഗതയിൽ മാത്രം നിങ്ങൾ ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഒപ്പം തന്നെ സ്റ്റിയറിംഗ് നിങ്ങൾ തിരിക്കുന്ന സമയത്ത് നിങ്ങൾ കൈകൾ ഉപയോഗിക്കേണ്ട മെത്തേഡുകൾ മനസ്സിലാക്കണം. നമുക്ക് കൈകൾ എപ്പോഴും ഒരേ പൊസിഷനിൽ പിടിച്ചല്ല നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുന്നത്. നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ 9-3 പൊസിഷൻ ഒരു മെയിൻ മെത്തേഡാണ്. സ്റ്റിയറിംഗ് വീലിനെ നമ്മൾ ഒരു റൗണ്ട് ക്ലോക്ക് ആയിട്ട് സങ്കല്പിച്ചാൽ സ്റ്റിയറിംഗ് വീലിന്റെ ഈ പൊസിഷനിൽ രണ്ട് കൈകളും പിടിച്ച് നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുന്ന ഈ മെത്തേഡ്. എന്നാൽ എപ്പോഴും ഈ മെത്തേഡിലാണോ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്? അല്ല. നമുക്ക് ചില സാഹചര്യങ്ങളിൽ 10-10 പൊസിഷനിൽ നമുക്ക് ഡ്രൈവ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. ചില സാഹചര്യങ്ങളിൽ നമുക്ക് സിംഗിൾ ഹാൻഡ് ഉപയോഗിക്കേണ്ടി വരും. അതെപ്പോഴാണ്? നമുക്ക് ഗിയർ മാറ്റേണ്ട സിറ്റുവേഷനിൽ സിംഗിൾ ഹാൻഡ് ഉപയോഗിക്കേണ്ട സാഹചര്യം ഡ്രൈവിംഗിൽ വരും. ഇപ്പൊ ഞാൻ മെല്ലെ റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് എന്റെ വാഹനം റോഡിലേക്ക് എടുക്കുകയാണ്. ഈ സമയത്ത് ഇതുകൊണ്ടോ 9-3 പൊസിഷനിലാണ് ഞാൻ കൈ പിടിച്ചേക്കുന്നത്. നിങ്ങൾ നോക്കുക, 9-3 പൊസിഷനിൽ നമ്മൾ ഇങ്ങനെ സ്റ്റിയറിംഗ് പിടിച്ച് വാഹനം ഞാൻ എന്ത് ചെയ്തു, ഇതുപോലെ ഞാൻ റോഡിലേക്ക് എടുത്തു. എന്നിട്ട് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നമുക്ക് ചെറുതായിട്ട് പോലും വണ്ടി റോഡിൽ ഓടിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് പാളാനായിട്ട് പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ റോഡിൽ ഓടിക്കുന്ന സമയത്ത് ഇടത് ചേർന്ന് ഓടിക്കാനായിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും പരിശ്രമിക്കണം. നടുക്ക് ഓടിക്കരുത്. നമ്മൾ ഗിയർ മാറിയാൽ എപ്പോഴാണെങ്കിലും നമ്മുടെ വണ്ടി ഇടതായിരിക്കണം. അപ്പോൾ എന്ത് ചെയ്തു, ഇപ്പം നമുക്ക് ഇതുകൊണ്ട് ഫസ്റ്റ് ഗിയറിൽ ഞാൻ ഇങ്ങനെ ഇതുകൊണ്ട് സ്പീഡ് ബാലൻസ് ചെയ്ത് ഒരു ബിഗിനർ ഓടിക്കുന്ന രീതിയിൽ ഇതുകൊണ്ട് എൻ്റെ വാഹനം റോഡിന്റെ ഇടത് ചേർന്ന് വരികയാണ്. അപ്പം ഞാൻ ഇവിടെ കൊടുത്തേക്കുന്ന ആക്സിലറേഷൻ അതനുസരിച്ച് ഇതുകൊണ്ട് പതിയാണ് കൊടുക്കുന്നത്. ഈ സ്പീഡിൽ ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് പലർക്കും സംഭവിക്കുന്ന ഒരു മെയിൻ പ്രശ്നമുണ്ട്. സ്റ്റിയറിംഗ് തിരിക്കാനായിട്ടുള്ള ലാഗ് വരും. അതനുസരിച്ച് നമ്മുടെ വണ്ടി റോഡിന് നടുക്ക് പോകും. അപ്പം നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത് എപ്പോഴേലും വണ്ടി റോഡിന് നടുക്ക് പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ വണ്ടിക്ക് സ്പീഡ് കൂടുന്നുണ്ട്. എന്നിട്ട് എനിക്ക് അടുത്ത ഗിയർ കൊടുക്കണം. അടുത്ത ഗിയർ കൊടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ വണ്ടി റോഡിന്റെ നടുക്ക് പോകാൻ പാടില്ല. റോഡിന്റെ ഇടത് വാഹനം നിൽക്കണം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, രണ്ട് കൈ കൊണ്ട് സ്റ്റിയറിംഗിന് ഇവിടെ ബാലൻസ് ചെയ്ത് വണ്ടി ഇടതാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം നിങ്ങൾ ഒരു കൈ സ്റ്റിയറിംഗ് വീലിന്റെ ഈ ഭാഗത്തെടുത്ത് ഇങ്ങനെ പിടിക്കുക. ഒരുപാട് ബലമൊന്നും കൊടുക്കണ്ട, ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഒരു കൈ കൊണ്ട് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്ത് റോഡിന്റെ ലെഫ്റ്റ് തന്നെ നോക്കുക. ഒരിക്കലും ഗിയർ ലിവറിലേക്ക് നോക്കരുത്. റോഡിന്റെ ലെഫ്റ്റ് തന്നെ നോക്കി ഇങ്ങോട്ട് ചേർത്ത് ഓടിക്കുക. ഇങ്ങോട്ട് ചേർത്ത് ഓടിക്കുന്ന സമയത്ത് ഇടത്തെ കൈ എടുത്ത് ഗിയർ ലിവറെ വെക്കുക. എന്നിട്ട് വണ്ടി ഇതുകൊണ്ട് ഇവിടെ സ്റ്റഡി ആയി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് റോഡിൽ തന്നെ നോക്കി ക്ലച്ച് പിടിച്ചതുകൊണ്ട് ഞാൻ ഇവിടെ സെക്കൻഡ് ഇടുന്ന സമയത്ത് ഇതുകൊണ്ട് എന്റെ സ്റ്റിയറിംഗ് ഞാൻ പതിയെ റൈറ്റിലേക്ക് പിടിക്കുകയാണ്. അപ്പം ഞാൻ സെക്കൻഡ് ഇടുന്നതിനനുസരിച്ച് ഇതുകൊണ്ട് സ്റ്റിയറിംഗിലേക്ക് എന്റെ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. അല്ലാതെ ഗിയർ ലിവറിലേക്കോ ക്ലച്ചിലേക്ക് മാത്രമല്ല എന്റെ ശ്രദ്ധ പോകുന്നത്. മെയിൻ ഫോക്കസ് സ്റ്റിയറിംഗിലേക്കാണ്. നമുക്ക് ക്ലച്ച് ചവിട്ടുക എന്ന് പറയുന്നത് നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഗിയർ വലിച്ചിടുന്നത് നമുക്ക് ഒരു പരിധിവരെ തെറ്റാതെ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. പക്ഷെങ്കിൽ സ്റ്റിയറിംഗ് തിരിക്കുന്ന സമയത്ത് നമ്മൾ അത് ശ്രദ്ധിച്ച് കറക്റ്റ് ആയിട്ടുള്ള ലെവലിൽ തിരിച്ചില്ല, വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോ. അപ്പൊ എന്ത് ചെയ്യണം, കൂടുതൽ സ്റ്റിയറിംഗിന് ശ്രദ്ധ നൽകുക. എന്നിട്ട് ഗിയർ ഇട്ടിട്ട് എന്ത് ചെയ്യണം, വീണ്ടും നിങ്ങൾ രണ്ട് കൈയും സ്റ്റിയറിംഗിലേക്ക് വന്നിട്ട് ഇടത് ചേർന്ന് ഇതുകൊണ്ടോ ഇതുപോലെ ഡ്രൈവ് ചെയ്യുക. ഇങ്ങനെ ഓടിച്ചു കഴിഞ്ഞാലുള്ള മെയിൻ ഗുണം എന്ന് പറയുന്നത് നമ്മുടെ വണ്ടി ഓൾറെഡി ലെഫ്റ്റ് ചേർന്ന് വരികയാണ്. പുറകിൽ നിന്ന് വരുന്ന വാഹനം കയറി
പൊക്കോളും. എതിരെ വരുന്ന വണ്ടിയെ നമുക്ക് പേടിക്കണ്ട, നമുക്ക് സ്റ്റിയറിംഗ് ബാലൻസ് വേഗത്തിൽ നേടിയെടുക്കാനായിട്ട് കഴിയുകയും ചെയ്യും. ഇപ്പം നിങ്ങൾ നോക്കിയ സെക്കൻഡ് ഗിയറിൽ കണ്ടോ, ഞാൻ ഈ ഒരു കയറ്റം ഞാനിത് ഇങ്ങനെ കയറി വരുന്നു, കയറി വന്ന് അപ്പോൾ ഇവിടെ ഞാൻ കൊടുക്കുന്ന ആക്സിലറേഷൻ്റെ അളവ് അതനുസരിച്ചിട്ടാണ്. ഇതേ പതിയെ ഒന്ന് ആക്സിലറേഷൻ അയച്ച് വീണ്ടും ആക്സിലറേഷൻ കൊടുത്തതുകൊണ്ടോ ഞാൻ ഇങ്ങനെ സെക്കൻഡ് ഗിയറിൽ ഈ സ്പീഡിലാണ് ബാലൻസ് ചെയ്ത് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തുടക്കത്തിൽ സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടാനായിട്ട് ഒരു 20 കിലോമീറ്റർ വേഗതയാണ് ഏറ്റവും ബെറ്റർ. കാരണം ആ വേഗതയിൽ നിങ്ങൾക്ക് അത്യാവശ്യതുകൊണ്ട് സ്റ്റിയറിംഗിനെ ബാലൻസ് ആക്കാം. ഇപ്പം ഞാനതുകൊണ്ട് ഒരു 20 കിലോമീറ്റർ വേഗതയിൽ ഒരു ബിഗിനർ ഓടിക്കുന്ന രീതി കണ്ടോ, ഞാൻ ലെഫ്റ്റ് ചേർന്ന് വരികയാണ്. എതിരെ വരുന്ന വണ്ടി ഒന്നും നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല, നമ്മൾ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഇതുണ്ടോ ഇതുപോലെ വരുന്നു. ഇതുപോലെ വന്നതിന് ശേഷം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഇവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്. പലരുടെ ഒരു പ്രശ്നമാണ് നേരെ ആ വണ്ടിയുടെ അടുത്ത് പോയി തിരിയും. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഇവിടുന്ന് തന്നെ നമ്മൾ ഇതുണ്ടോ റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ തിരിയുക. നേരത്തെ തന്നെ ഗ്യാപ്പ് ഇട്ട് ഇതുണ്ടോ ഇതിൻ്റെ ഇടയിലൂടെ വരിക. അപ്പം നമ്മൾ ഈ ഗ്യാപ്പ് നോക്കുന്ന സമയത്ത് സൈഡിലുള്ള വണ്ടിയെ നമ്മൾ നോക്കിയതിന് ശേഷം പിന്നെ ആ വണ്ടിയിലേക്ക് നോക്കി ഓടിക്കരുത്. ഇടയിലുള്ള ഗ്യാപ്പ് ആയിരിക്കണം നമ്മുടെ ശ്രദ്ധ. ആ ഗ്യാപ്പിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, പതിയെ ഡ്രൈവ് ചെയ്ത് വന്നാൽ മതി. പലരും ആ വണ്ടിയിലേക്ക് നോക്കും, അപ്പം നമ്മുടെ വണ്ടി വേറെ വഴിക്ക് പോകും, അല്ലെങ്കിൽ ആ വണ്ടിയെ പോയി ഇടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതുകൊണ്ട് ഇപ്പോൾ സെക്കൻഡ് വരുന്നു. എന്നിട്ട് ഇതുകൊണ്ട് വീണ്ടും ഞാൻ തേർഡ് കൊടുക്കണമെങ്കിൽ ഒരു കൈ കൊണ്ട് സ്റ്റിയറിംഗിന് ഇങ്ങനെ ബാലൻസ് ആക്കി ഇവിടെ പിടിച്ച് വണ്ടി ഇടതാണെന്ന് ഉറപ്പുവരുത്തി എൻ്റെ നോട്ടം റോഡിലാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, തേർഡിലേക്ക് ഇടുന്നു. എന്നിട്ട് ക്ലച്ച് റിലീസ് ചെയ്ത് ഇതുകൊണ്ട് ബ്രേക്കേ വന്ന് ഇതുണ്ടോ സ്റ്റിയറിംഗിന് ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നു. രണ്ട് കൈയും സ്റ്റിയറിംഗ് വീലിലേക്ക് വരികയാണ്. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു, ഞാനിതേ ആക്സിലറേഷൻ ഇതേ കൊടുത്ത് ഇതേ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഇതുണ്ടോ വാഹനം വരുന്നുണ്ടോ. ഇപ്പോൾ എൻ്റെ വാഹനം ഒരു 20 കിലോമീറ്റർ സ്പീഡിന് മുകളിലേക്ക് വരികയാണ്. ഒരു 25നോട് അടുത്ത് വരുന്നു. അടുത്ത് വരുന്നതിനനുസരിച്ചും ഇതുണ്ടോ അതിനനുപാതികമായിട്ട് ഞാൻ ഇവിടെ സ്റ്റിയറിംഗ് തിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇതുകൊണ്ട് ഇത്തിരി കൂടെ വേഗത്തിൽ സ്റ്റിയറിംഗ് തിരിക്കേണ്ട സിറ്റുവേഷൻ വരും. അപ്പോൾ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സ്റ്റിയറിംഗ് ചിലപ്പോൾ കുറച്ച് കൂടുതലായിട്ട് തിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഡ്രൈവിംഗിൽ വരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ നിങ്ങൾ നോക്കിയ സ്റ്റിയറിംഗ് ഞാൻ കൺട്രോൾ ചെയ്ത് ഇതുകൊണ്ട് തേർഡ് ഗിയറിൽ ഞാൻ ഇങ്ങനെ വരികയാണ്. ഇപ്പോൾ ഒരു 25 കിലോമീറ്റർ വേഗതയിൽ നമ്മളിതുകൊണ്ട് ലെഫ്റ്റ് സൈഡിനാണ് ഫോക്കസ്, മെയിൻ ഫോക്കസ് കൊടുത്തേക്കുന്നത്. രണ്ട് കൈയും സ്റ്റിയറിംഗ് വീലിൽ വരുന്നു. ഇതേ ലെഫ്റ്റ് ചേർന്ന് നമ്മൾ ഡ്രൈവ് ചെയ്ത് വരികയാണ്. ഇനി ഇവിടെ ഒരാൾ നടന്നു വരുന്നു, അല്ലെങ്കിൽ ഇതുപോലെ ഒരു വാഹനം പാർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ കുറേ നേരത്തെ മുന്നേ ഇതുകൊണ്ടോ റൈറ്റ് സൈഡിലേക്ക് പിടിച്ചോണം. ഇതുകൊണ്ടോ ഇപ്പോൾ ഞാൻ റൈറ്റ് സൈഡിലേക്ക് പിടിച്ചുകൊണ്ട് ഒരു ഗ്യാപ്പ് ഇട്ടത് കണ്ടോ. അപ്പോൾ അടുത്ത് വന്ന് തിരിയാതെ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ തന്നെ നിങ്ങൾ പതിയെ തിരിയുക. വീണ്ടും എന്ത് ചെയ്യണം, റോഡിൻ്റെ ലെഫ്റ്റിലേക്ക് വരിക. ഇപ്പോൾ ഞാൻ ഇങ്ങനെ തേർഡിൽ ഇങ്ങനെ വരികയാണ്. ഇനി ഫോർത്തും കൂടെ കൊടുത്ത് നിങ്ങളെ കാണിച്ചു തരാം. ഇതുകൊണ്ട് ഒരു കൈ കൊണ്ട് ഇവിടെ നമ്മൾ ബാലൻസ് ചെയ്യുന്നു. ഏകദേശം വാഹനത്തിന് സ്പീഡ് ഒരു 30-35 കിലോമീറ്റർ അല്ലെങ്കിൽ 30 കിലോമീറ്റർ ആയെങ്കിൽ നമുക്ക് ഫോർത്ത് കൊടുക്കാം. അതുകൊണ്ട് ഒരു കൈ കൊണ്ട് ഇവിടെ ബാലൻസ് ചെയ്ത് വണ്ടി ഇടതാണെന്ന് ഉറപ്പുവരുത്തി ഇതേ ക്ലച്ച് പിടിച്ച് ഞാൻ പതിയെ ഇതേ ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്നു. ഇതേ ഫോർത്ത് ഗിയറിലേക്ക് ഇട്ട് പതുക്കെ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് വീണ്ടും ഇതുകൊണ്ട് ബ്രേക്ക് ബാലൻസ് ചെയ്ത് ഇതുണ്ടോ ഞാൻ ഇതേ സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് പിടിച്ച് വാഹനം വരികയാണ്. അപ്പം നമുക്ക് ഇവിടെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞായിരുന്നു. എന്താണ് സ്പീഡ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റാനായിട്ടുള്ള സാധ്യത ഡ്രൈവിങ്ങിലുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, സ്പീഡ് കൂടുന്നതിനനുസരിച്ച് സ്റ്റിയറിംഗിനെ ബാലൻസ് ആക്കാനായിട്ടുള്ള പരിശ്രമം നിങ്ങൾ ഡ്രൈവിങ്ങിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പം ഞാൻ ഫോർത്തിൽ ഇങ്ങനെ വരികയാണ്. അതിനുശേഷം ഇവിടെ ഒരു മുന്നിൽ ഒരു വളവ് കണ്ടപ്പോൾ ഇതുണ്ടോ ഒരു കൈ കൊണ്ട് സ്റ്റിയറിംഗിനെ ഇവിടെ ബാലൻസ് ആക്കിക്കൊണ്ട് തന്നെ ഞാൻ ക്ലച്ച് പിടിച്ചതുകൊണ്ട് തേർഡിലേക്ക് ഇടുന്നു. തേർഡിലേക്ക് ഇട്ടിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് ഇതേ വീണ്ടും രണ്ട് കൈയും സ്റ്റിയറിംഗ് വീലിലേക്ക് വരികയാണ് കണ്ടോ. അപ്പോൾ ഇങ്ങനെ ബാലൻസ് ചെയ്യണം. ഇപ്പം ഞാനിവിടെ തേർഡിൽ വരുന്ന സമയത്ത് എൻ്റെ വണ്ടി ഒരു ഇറക്കമാണ്. ആ മുന്നിലേക്ക് വരുമ്പോൾ നല്ലൊരു ടേൺ ഉണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്ക് ഈ ടേൺ സെക്കൻഡ് ഗിയറിലാണ് എടുക്കേണ്ടത്. അപ്പം ഞാനിവിടെ ഒരു കൈ കൊണ്ട് സ്റ്റിയറിംഗിനെ ഇതുകൊണ്ട് ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ട് ഇടത്തെ കൈ ഗിയർ ലിവറെ വെച്ചിട്ട് സ്റ്റിയറിംഗിനാണ് പ്രാധാന്യം ഇവിടെ ഇങ്ങനെ നൽകി വണ്ടി ഇവിടെ ഇതുകൊണ്ട് ഇടതാണെന്ന് ഉറപ്പ് വരുത്തി ക്ലച്ച് പിടിച്ചതുകൊണ്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. ഇട്ടിട്ട് പതിയെ ക്ലച്ച് റിലീസ് ചെയ്തതുകൊണ്ടോ സെക്കൻഡ് ഗിയറിന്റെ പിടുത്തത്തിലേക്ക് എൻ്റെ വാഹനം വരികയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, വീണ്ടും സ്റ്റിയറിംഗ് ശ്രദ്ധിച്ചുകൊണ്ട് ബ്രേക്ക് ബാലൻസ് ചെയ്തുകൊണ്ടോ ഇടത് ചേർന്നാണ് വരുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഇടുങ്ങിയ സ്പേസിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതുപോലെ പ്രയോജനം ചെയ്യും. ഇപ്പം നിങ്ങൾ നോക്കുക, ഞാൻ ഇനി റൈറ്റ് സൈഡിലേക്കുള്ള ഒരു ടേൺ എടുക്കുകയാണ്. ടേൺ എടുക്കുന്ന സമയത്ത് ഒരു ഇറക്കം കൂടിയ ടേൺ ആണ്. ഞാൻ റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ട് ക്ലച്ച് പൂർണ്ണമായിട്ട് ഓഫ് ചെയ്തു. എന്നിട്ട് ബ്രേക്ക് ബാലൻസ് ചെയ്ത് ഇതുകൊണ്ട് ബ്രേക്ക് അയഞ്ഞാണ് എൻ്റെ വാഹനം ഇങ്ങോട്ട് ടേൺ എടുക്കുന്നത്. നിങ്ങൾ നോക്കുക, ബ്രേക്ക് ബാലൻസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ബ്രേക്ക് അയച്ച് ഞാൻ ഇതുകൊണ്ട് ടേൺ എടുക്കുകയാണ്. എന്നിട്ട് തിരിയുന്ന റോഡിൻ്റെ ഇടത് സൈഡിലേക്ക് വരണം, അതായത് ഇങ്ങോട്ട് വരണം. ഇങ്ങനെ സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കണം. അതായത് സ്റ്റിയറിംഗ് തിരിച്ച് നമ്മളിതുകൊണ്ട് റോഡിൻ്റെ ലെഫ്റ്റ് വരികയാണ്. ഇവിടെ നമ്മൾ അപ്പോൾ സ്റ്റിയറിംഗ് സ്റ്റഡി ആകാനായിട്ട് എന്ത് ചെയ്തു, ബ്രേക്കിനെ ബാലൻസ് ആക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഡ്രൈവിങ്ങിൽ വാഹനം ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റിയറിംഗ് സ്റ്റഡി ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മുടെ പെഡലുകൾ നമ്മൾ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാനും ബാലൻസ് ചെയ്ത് വേഗത കുറച്ച് ഓടിക്കാനും നിങ്ങൾ ഡ്രൈവിങ്ങിൽ പഠിക്കണം. അതുപോലെ തന്നെ ഫസ്റ്റും സെക്കൻഡും കൊടുത്ത് മാത്രം നിങ്ങൾ ഓടിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റിലും സെക്കൻഡിലും ഉള്ള വേഗതയിലുള്ള സ്റ്റിയറിംഗ് ബാലൻസേ കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് സ്റ്റിയറിംഗ് തെറ്റിപ്പോകുന്നത് കൂടുതൽ ഏതൊക്കെ ഗിയറുകളിലാണ്, തേർഡും ഫോർത്തും കൊടുത്ത് ഓടിക്കുന്ന സമയത്ത് പലർക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റും. അപ്പോൾ എന്ത് ചെയ്യണം, അത് തെറ്റാതിരിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, തേർഡും ഫോർത്തും കൊടുത്ത് ഓടിക്കുക.
ഓടിച്ച് നിങ്ങൾ സ്റ്റിയറിങ്ങിനെ ബാലൻസ് ആക്കുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോള് തെറ്റുന്ന ആ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് മാറിക്കിട്ടും. നിങ്ങൾ അല്ലെങ്കിൽ പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകുക.